ശിവ, അല്ല ഇന്ന് നമ്മളുടെ ആദിയുടെ മുഖത്ത് ആരെങ്കിലും ഇടിച്ചോ? എനിക്ക് തോന്നുന്നത് ആദി വല്ല ഏലിയനെ കണ്ടു കാണും. അതുകൊണ്ട് പേടിച്ചിട്ട് ശബ്ദമേ പുറത്തു വരുന്നില്ലായിരിക്കാം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എപ്പോ നോക്കിയാലും ഒരു തമാശ. ഞാൻ നാട്ടിലേക്ക് പോവോ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും മിസ് ചെയ്യും. ആ വിഷമത്തിലാ ഞാൻ. ആദി, അതിന് നീ എന്തിനാ എത്ര വിഷമിക്കുന്നത്? ഇപ്പൊ ഒഴിവ് കാലമല്ലേ. നീ പോവുകയാണെങ്കിൽ നിന്റെ ഒപ്പം ഞങ്ങളും വരാം. എന്ത് സത്യമാണോ നീ പറഞ്ഞേ? അഥവാ നിങ്ങളെല്ലാരും വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു കാര്യം അറിയോ, നാട്ടിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. എന്റെ മമ്മിയുടെയും പപ്പയുടെയും കൂടെ ഞാൻ പിക്നിക്കിന് പോകാൻ ഒരുങ്ങി. ഞാൻ വിചാരിച്ചു നാട്ടിലുള്ളവരെയൊക്കെ കൂട്ടിട്ട് പോവാന്ന്. പക്ഷെ ആർക്കും വരാനായിട്ട് സമ്മതമില്ലായിരുന്നു. അപ്പോ ഞാനൊരു സൂത്രം പ്രയോഗിച്ചു. അതായത് എന്താണെന്ന് വെച്ചാല്, മതി മതി, ഒന്ന് നിർത്തൂ ആദി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞോളാം. അല്ല, നിന്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. എന്താ? അപ്പോ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതായത് ഞാൻ എന്റെ നാട്ടിലുള്ളവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്റെ നാട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കണം നിർബന്ധമില്ല. അവരെ എന്നെ കുറിച്ച് എന്താ വിചാരിക്ക? പറഞ്ഞേ. അവര് വിചാരിക്ക ആദി വലിയൊരു ബെഡായടിക്കാരനാണെന്ന്. ശരി ശരി, എല്ലാരും വീട്ടിലേക്ക് വരൂ. നമുക്ക് വീട്ടുകാരോട് അനുവാദവും ചോദിക്കാം, പിന്നെ പാക്കിങ്ങും ചെയ്യാം. ഓക്കേ? വീട്ടുകാരും വേണ്ടെന്നൊന്നും പറയില്ല. കാരണം നിങ്ങൾ ഈ ആദിയുടെ കൂടെയല്ലേ വരുന്നത്. അപ്പോ എന്തു പറ്റി സംശയർ സിംഗ്? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താണ് കാര്യം എന്ന് വെച്ചാ പറ. സന്തോഷമുള്ള കാര്യം തന്നെയാ. എന്റെ മോനും മരുമകളും പേരക്കുട്ടികളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. അതാ കണ്ടോ, അവര് എത്തിയല്ലോ. എന്താ ആദിമോനെ, നിനക്ക് സുഖം തന്നെയല്ലേ? ഒരുപാട് നാളായി നിന്നെ കണ്ടിട്ട്. ശിവ, ആദി, എല്ലാരും ഉണ്ടല്ലോ. വരൂ വരൂ. മക്കളൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്തതല്ലേ, വിശക്കുന്നുണ്ടാവും. എന്തെങ്കിലും കഴിക്കാം, വാ. ആദി, ആ ബോർഡറിന്റെ അറ്റത്ത് ഏത് ഗ്രാമമാണ്? അല്ല, അവിടെ ഉള്ളവരായിട്ട് ഇവിടെ ഉള്ളവർ സംസാരിക്കാറുണ്ടോ? ഈ ബോർഡറിന്റെ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ ആരുമില്ല. പണ്ട് അവിടെ താമസിച്ചിരുന്നവര് എന്തുകൊണ്ടാന്നറിയില്ല എല്ലാവരും വീടൊഴിഞ്ഞു പോയി. ഇപ്പൊ അവിടെ ആരുമില്ലെന്നാ അറിഞ്ഞത്. ബോസ് പറഞ്ഞതുപോലെ ഇതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിറച്ചു കഴിഞ്ഞു. ഞാൻ ആ ബോർഡറിന്റെ താഴെയുള്ള തുരങ്കത്തിൽ ചെന്ന് അടുത്ത പ്രദേശത്തുള്ള ആളുടെ കയ്യിൽ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊടുത്തേക്കാം. എന്റെ പേര് ഭാഷാ സോനെന്നാ. സ്വർണത്തിന്റെ വ്യാപാരമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്വർണം എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണേ. സ്വർണ്ണ കൊതിയന്മാരായ ആൾക്കാരോട് എനിക്ക് ഭയങ്കര പ്രിയ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എനിക്കും ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോളൂ, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന മനുഷ്യരെ എനിക്ക് ഭയങ്കര പ്രിയവാ. നിങ്ങൾ എല്ലാവരും വേഗം ഈ ബാഗൊക്കെ എടുത്ത് ആ ബോർഡിന്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക്. ഇത് കൊടുത്തിട്ട് പണം കൊണ്ടുപോയേ. എല്ലാവന്മാരും ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാല് ഈ സ്വർണത്തിന്റെ സ്മഗ്ലിംഗ് പിന്നെ ആര് ചെയ്യും? മടിയന്മാരെ എണീക്ക്, ഉറങ്ങാൻ ഞാൻ പറഞ്ഞില്ല. ടോർച്ചിന്റെ സിഗ്നൽ ആർക്കോ ആരെയോ കാണിക്കുകയാണ്. അത് വളരെ അപകടമുള്ള ആൾക്കാരാ. ഇവിടെയുള്ളവർ അത് ശ്രദ്ധിക്ക പോലുമില്ല. നീയും ശ്രദ്ധിക്കണ്ട. എന്തായാലും ഞാൻ നോക്കും, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ. എടേ, 5 കോടിയുണ്ട്, വിളിക്ക്. ഇന്ന് പോയിട്ടാ നാളെയും വരണം കേട്ടാ. ഓക്കേ. നിങ്ങളൊക്കെ ആരാണ്? എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ഏത് കുട്ടി? ഇവിടെ എന്തൊരു കാര്യം?
കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇവനാള് ശരിയല്ല. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. വേഗം പോ. ഓ, ഈ കുട്ടി ഒരു മണ്ടൻ തന്നെ. മരുഭൂമിയില് വേഗത്തിൽ പോണത് ഒട്ടകം തന്നെയാണ്. അല്ലാണ്ട് വേറെ ഒരു സാധനത്തിനും വേഗത്തിൽ പോകാൻ പറ്റില്ല. യവൻ സൈക്കിളും കൊണ്ട് നമ്മളെ നേരിടാൻ വന്നേക്കണ്. കുട്ടി ഒരു ഭയങ്കര സാധനം തന്നെ. അത് സൈക്കിളാണോ ബൈക്കാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. കുട്ടി നിർത്ത. എന്റെ മുതുക് വേദനിക്കണം. ക്ഷമിക്ക് ശിവ, തെറ്റ് പറ്റിപ്പോയി. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിൾ. അവര് സ്വർണ്ണ കള്ളക്കടത്തുകാരായിരുന്നു. ദാ ഇത് കണ്ടോ, അവര് ബോർഡറിന്റെ അപ്പുറത്ത് ഇത് കടത്തിക്കൊണ്ട് പോവായിരുന്നു. മോനെ ശിവ, നീ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. എന്നാ ഇനി നീ വീണ്ടും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് അപകടം പിടിച്ച ഗുണ്ടകളാ. ആ ഗുണ്ടകളെ കുറിച്ച് കേൾക്കുമ്പോ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പേടിച്ച് വിറയ്ക്കും. ശരിയാ, സ്വർണത്തിന്റെ ഭാഗം ഇങ്ങതാ. ഞാൻ ചെന്ന് ഇത് പോലീസുകാരെ ഏൽപ്പിക്കട്ടെ. ഞാൻ ആ സമയത്ത് ഇല്ലാതിരുന്നത് വളരെ നന്നായി. അല്ലെങ്കിൽ ഓരോരുത്തരും എന്റെ ഇടി മേടിച്ച് ചതഞ്ഞു പോയേനെ. ശിവ, നീ എന്തിനാ അവരെയൊക്കെ ഓടിപ്പിച്ചത്? ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ കരാട്ടക്കാരുടെ എല്ലാത്തിന്റെ എല്ലുകൾ ഒടിച്ചേനെ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. ഹലോ, എന്റെ പേരാണ് പാഷ സോന. ഞാനൊരു സ്വർണ്ണ കള്ളക്കടത്തുകാരനാ. സ്വർണ്ണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ. സ്വർണം കയ്യിലുള്ളവർ എനിക്ക് ഏറ്റവും പ്രിയമാണ് കേട്ടോ. പറ, എന്തോന്ന് വേണമെന്ന് പറ. എന്താ നീ എന്താ പറഞ്ഞത്? എന്താ ബോസ്, പഴുതാര വല്ലതും കടിച്ചോ? പഴുതാര ഒന്നും കടിച്ചില്ലടേ, പക്ഷെ കടി കൊണ്ട പോലെയുണ്ട്. ഒരു ചെറിയ കുട്ടി രഘുരാജന്റെ കയ്യിൽ നിന്ന് എന്റെ സ്വർണം തട്ടിയെടുത്തത് ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചെറിയ കുട്ടി വലിയ ഗുണ്ടകളെ എങ്ങനെ അടിച്ചു വീഴ്ത്തും? ഈ അപകടം പിടിച്ച കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിക്കാം. എല്ലാവരും കുനിഞ്ഞു കിടന്ന് ആലോചിക്കേ. ഈ ഗ്രാമം എത്ര മനോഹരമാണല്ലേ ശിവ? അതെ അതെ, ഈ ഗ്രാമം കൂടുതൽ മനോഹരം തന്നെയാണ് രേവ. ആദി, നീ അവിടെ എന്ത് ചെയ്യുവോ? ഇത് ഞങ്ങളുടെ ഹാങ് ഔട്ടാ. പട്ടണത്തില് ഞങ്ങൾക്ക് ഇതുപോലൊരു ഹാങ് ഔട്ട് ഉണ്ട്. ഇതിന്റെ പുറത്ത് കയറി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. വരൂ കൂട്ടുകാരെ, നമുക്ക് അതിന്റെ മുകളിൽ കയറി നോക്കാം. എല്ലാവരും സൂക്ഷിക്ക്. ഒരുപാട് പേര് കയറിയാ ഇത് പൊളിഞ്ഞു താഴെ വീഴും. ആദി, നീ ആ സൈക്കിളിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നീ സൈക്കിളിൽ കയറി ഗുണ്ടകളൊക്കെ അടിച്ചോടിക്കുന്ന കാര്യം നീ പറഞ്ഞല്ലോ. അത് പറയൂ. അതെ ആദി, പറയടാ. എങ്ങനെയാ നീ അവരെയൊക്കെ അവിടുന്ന് ഓടിക്കുന്നേ? മലയുടെ മുകളിൽ നിന്നും നീ എങ്ങനെയാണ് ആദി ചാടുന്നത്? മതിലിൽ കൂടി നീ എങ്ങനെയാ ഓടിക്കുന്നത്? ആദി,
നീ ഇവിടെയും? അപ്പൊ നീ ശിവയ്ക്ക് പകരം നീയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നല്ലേ? എന്ത് ചെയ്യാനാ കൂട്ടുകാരാ, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇങ്ങനെ ഓരോ കഥകൾ വിടുന്നതാ. ആദി പറ, എന്താ പറയാത്തത്? അല്ല, നിന്റെ കൂട്ടുകാരായിട്ട് എന്താ നീ കുശുകുശുക്കുന്നത്? പറയുന്നേ. അത് ശരിയാ. ആദി, നിന്റെ വീരകഥകൾ ഇവരെ പറഞ്ഞു കേൾപ്പിക്കൂ. അപ്പോഴേക്കും ഞാൻ ഈ നാട് മുഴുവനും ചുറ്റിക്കണ്ടിട്ട് വരാം. അതെ, ഇന്നലെ രാത്രി നീ എങ്ങനെയാണ് ആ കൊള്ളക്കാരെ അടിച്ചെന്നുള്ള കാര്യം മറക്കാതെ പറയണേ. നിങ്ങൾക്കറിയോ, ഇന്നലെ രാത്രി ആ ബോർഡറിന്റെ അവിടെ ടോർച്ച് ലൈറ്റ് കണ്ടു. ഇവൻ ശരിയാവില്ല. വേഗം 10 കോടി രൂപ എടുക്ക്. നിങ്ങളുടെ സാധനം എടുത്തോളൂ. അങ്കിൾ, ആ സ്വർണം ശരിക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വ്യാജമാണോ അല്ലെങ്കിൽ ശരിക്കുള്ളതാണോ എന്ന്. ഇതാ കുട്ടിയാണ്. ഇവന്റെ അടിയാ നിങ്ങൾ ഒരുപാട് കൊണ്ടത്. എനിക്ക് അടിമേടിക്കാൻ വയ്യേ, ഞാൻ പോവാ. അങ്കിൾ, ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഓടണം, പിന്നെ ഞാൻ നിങ്ങളെ പുറകെ വരും, പിന്നെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും. ഇതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ സറണ്ടർ ആവുന്നല്ലേ? നീ ഒരു ബീക്കിരി കുട്ടി, നീ വലിയ ആളാവല്ല്. എനിക്കൊന്നും നിന്റെ പേടിയില്ല. വല്ല കുളത്തരം ചെന്ന് മീൻ പിടിക്കാൻ നോക്ക. ഇവിടെ നീ നിൽക്കേണ്ട കാര്യമില്ല. മര്യാദക്ക് കള്ളക്കടത്ത് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കൂട്ടരെ, എന്ന് എവന്റെ കഥ നമ്മൾ തീർക്കും. കേട്ടല്ല? ഞാൻ പറഞ്ഞത് നീ കേട്ടാ ചെറുക്ക? ഇന്ന് എന്റെ ശക്തി എന്താണെന്ന് ഈ കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് തന്റെ കാര്യം. ഓക്കേ, ശരി, ഇനി തിരിച്ചു നോക്കാതെ വിട്ടോളാ. രവ, ഗ്രാമമുഖ്യനെ കൊണ്ടുവരൂ. ഞാൻ ഇവരുടെ പുറകെ പോവാണ്. ഒട്ടകത്തിന് വേഗത പോരെന്ന് തോന്നുന്നു. എന്തൊരു പറ്റി? നിങ്ങൾ ഒരുപാട് ഓടിയതല്ലേ, ഇനിയെങ്കിലും ഒന്ന് മതിയാക്കൂ. കൂട്ടുകാരെ, എവനൊരു കുട്ടിയാന്നും പറഞ്ഞാ ഞാനൊന്നും ചെയ്യാതെ വിട്ടത്. കുട്ടികളെ അടിക്കുന്നത് വലിയ തെറ്റാണ്. അതിനേക്കാളും വലിയ നാണക്കേടാണ് കുട്ടികളുടെ കയ്യിൽ നിന്നും തല്ല് മേടിക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ട്. പിടിച്ച് അവര് നല്ല കൊടുക്ക്. നേതാവ് എന്നോട് ക്ഷമിക്കണം. എന്റെ തൊഴില് സ്വർണ്ണ കള്ളക്കടത്താണ് കേട്ടാ. ഇനി ഞാൻ ഒരിക്കലും ചെയ്യും. ഓ, ഈ കുട്ടി എന്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളഞ്ഞു കേട്ടാ. ഇനി എനിക്ക് സ്മഗ്ലിംഗ് ചെയ്യാൻ പറ്റൂല. എന്തായാലും ആ സമയത്ത് ഞാനില്ലാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ തന്നെ. ഒന്ന് നിൽക്കൂ, എല്ലാവരും ഒന്ന് പുറകോട്ട് വന്നേ. രവിരാജ, ബാക്കി നമുക്ക് ജയിലിൽ ചെന്ന് കരയാം. നീ ഇങ്ങനെ വെറുതെ അഭിനയിച്ച് കാണിക്കണ്ട. ശിവ, നന്ദിയുണ്ട് മോനെ. ഇനിയും നീ നിന്റെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യയുടെ അച്ഛ, എന്റെ അഭിപ്രായത്തിൽ നാളെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഗുണ്ടാസംഘം വീണ്ടും ശിവയെ അപകടത്തിലാക്കാൻ നോക്കും. കൂടാതെ ഞങ്ങളുടെ ജീവനും അപകടത്തിലാകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നാളെ തന്നെ ഞങ്ങൾ പുറപ്പെടാം. എന്തായാലും നാളെയല്ലേ അങ്കിൾ നമ്മൾ പോകുന്നേ? ഇന്ന് രാത്രി ചെയ്തു തീർക്കാനുള്ള ഒത്തിരി പണികളുണ്ട്. ഞാൻ പോവാണ്. ശരിക്കും ഇതിന്റെ വേര് ഗ്രാമത്തിന്റെ അപ്പുറത്തെ ബോർഡറിലാണ് ഉള്ളത്. എങ്ങനെയെങ്കിലും ഈ വേര് പിഴുതെറിഞ്ഞിട്ട് വരാം. സോറി, ഒരുത്തൻ സൈക്കിളിൽ നമ്മുടെ ബോർഡറിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതെ സർ, ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്. അതെ അതെ, കഞ്ചൻപോ ഗ്രാമത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. എന്ത്? അവൻ സ്വർണങ്ങളൊക്കെ തട്ടിയെടുത്തതോ? നിങ്ങൾ കൊണ്ടുവന്ന പടവും മേടിച്ചെടുത്തതാണോ? ഓ സർഫുദ്ദീനെ, ഒരു കുട്ടിയെ പേടിച്ച് നീ ഇങ്ങനെ ഓടിപ്പോയല്ലോ. എന്നെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. ഈ പാഷ എന്നുള്ള പേര് കേട്ടാ നാട് മുഴുവനും ജെട്ടി വരയ്ക്കും. എന്നിട്ട് കേവലം ഒരു കുട്ടിയെ പേടിച്ച് എല്ലാവരും ഓടി വന്നിരിക്കുക. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബോസ്, ഞാൻ പറഞ്ഞു ചേർക്കാൻ ഇതാണ്. അപ്പൊ നീയാണല്ലേ ആ പീക്രി സാധനം. നിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഇത് വളരെ അപകടം പിടിച്ച ആലോചനയാണ്. ഇപ്പൊ തന്നെ കിടന്ന് ആലോചിക്കാം ബോസ്.
വേഗം പിടിക്ക് ചെറുക്കനെ. എണീക്കാൻ മരമണ്ടന്മാരെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച എവനെ പിന്നെ ആര് പിടിക്കും? ഇനിയും ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇതെന്റെ സ്വർണ്ണ തരില്ല. ഇതിൽ നീ തൊട്ട് പോകരുത്. നിർത്ത്. എന്റെ സ്വർണ്ണ ബോക്സിനെ നീ ഇങ്ങനെ ഇട്ട് അടിക്കല്ലേ. ഈ സ്വർണത്തിന് ദൃഷ്ടി വീഴുന്ന്. അങ്കിൾ, എന്താണ് അഭിപ്രായം? നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? എന്റെ പേരാണ് പാഷ സോന. എന്റെ തൊഴിൽ സ്വർണ്ണ കള്ളക്കടത്താണ്. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സാറേ, നിങ്ങൾ വന്നത് എത്ര നന്നായെന്നറിയോ? നിങ്ങൾ ഇവിടെ വന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു സാറേ. നിങ്ങൾ വന്നത് കൊണ്ട് ഞാനിപ്പോ രക്ഷപ്പെട്ടു. വേഗം ഈ ചെറുക്കനെ പിടിച്ച് അറസ്റ്റ് ചെയ്യ്. ഇവന്റെ പേര് ശിവ എന്ന. ഇവൻ രഹസ്യാന്വേഷണക്കാരനാ. അനുവാദമില്ലാതെ ബോർഡർ കടന്ന് വന്നു. കണ്ടോ സാറേ, ഇവൻ എന്റെ ആൾക്കാരെയൊക്കെ തല്ലി ചതച്ചു. വേഗം ഇവനെ പിടിച്ച് ജയിലടയ്ക്ക്. പെട്ടെന്ന് ആവട്ടെ സാറേ. ഭാഷ, നീ ഒരിക്കലും രക്ഷപ്പെടില്ല. എനിക്കറിയാം നീ വലിയൊരു കള്ളക്കടത്തുകാരനാണെന്ന്. ശിവ, ഇയാളെ പിടിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എന്റെ സാറേ, എന്തോന്നാ ഈ പറയുന്നത്? ഇവൻ ഒരു രഹസ്യാന്വേഷണക്കാരനാ, അതറിയോ? എന്തായാലും നിനക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷയുണ്ട്. നിന്നെ പോലെയുള്ളവർ ഞങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ആൾക്കാരാ. സോറി ശിവ, എനിക്ക് നിന്നെയും അറസ്റ്റ് ചെയ്യാതെ പറ്റില്ല. കാരണം നീ ബോർഡർ കടന്നു വന്നിരിക്കുന്നു. പക്ഷേ സർ, ഞാൻ ന്യായമായ കാര്യമാണല്ലോ ചെയ്തത്. അതെ, അത് നീ ചെയ്തത് വളരെ ശരിയാണ്. പക്ഷെ നിയമപ്രകാരം എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ നീ ആ സൈക്കിളിൽ പറന്നല്ലേ ഇങ്ങോട്ട് വന്നത്? ചെന്ന് ആ സൈക്കിൾ എടുത്തോണ്ട് വരൂ. എനിക്ക് തെളിവിനായിട്ട് അത് വേണം. ബൈ ബൈ സർ, താങ്ക് യു. സാറേ, ഇത് അവൻ തലപ്പെട്ടു പോയി.